ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വെട്ടുകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു വെട്ടുകേക്ക് ഞാനല്ല ചെയ്തിട്ടുള്ളത്. കടയിൽ കേക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ മുട്ട എടുത്തിട്ടുള്ളത് ഒരു 12 മുട്ടയാണ്. കൂടുതൽ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 12 മുട്ട ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് 1 കിലോയും 300 ഗ്രാമും പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്ക കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അളവുകളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് എടുത്താലും മതി. പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഏലക്കയും പഞ്ചസാരയുടെ ഒന്നിച്ച് പൊടിച്ചതാണ്. അത് കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഇതിലേക്ക് ഒരു 2.5 കിലോ മൈദ ചേർക്കുന്നുണ്ട്. ചായക്കടയിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കുറേശ്ശെ മൈദ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. മൈദയുടെ അളവ് കുറച്ചൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ മൈദ കൂടുതലായിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി കുറച്ച് മൈദ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഭാഗം എത്തണം. ഇതിപ്പോൾ കൂടുതൽ അളവുള്ളതുകൊണ്ട് കുറച്ച് ഇതിൽ നിന്ന് മാറ്റിയിട്ട് പകുതി വീതം എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട, കുറച്ചൊന്ന് കനത്തെ തന്നെ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ഓരോ പീസും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കേക്ക് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചായിട്ട് എടുത്താൽ മതി. അളവുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് അളവുകളൊക്കെ കുറച്ചെടുക്കുക. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അങ്ങനെയാകുമ്പോൾ ഉള്ളു വേഗത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും, കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. തീരെ കുറയ്ക്കേണ്ട, ഒരു മീഡിയം ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്